إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളായ നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാണ്, സമ്മാനമാണ് നമസ്കാരം. നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നമ്മെ നരകത്തിൽ നിന്ന് അകറ്റുന്ന, നന്മയിലേക്ക് എത്തിക്കുന്ന, തിന്മയിൽ നിന്ന് നമ്മെ തടയുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ കൺകുളിർമ നൽകുന്ന പ്രപഞ്ചനാഥനായ റബ്ബുമായുള്ള സംസാരം. മരണാനന്തരം നാളെ പരലോകത്ത് സത്യവിശ്വാസികളായ നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്ന ആദ്യത്തെ കർമ്മം, ആ ചോദ്യത്തിൽ വിജയിച്ചവർക്ക് പിന്നീടുള്ള ചോദ്യങ്ങളെല്ലാം നിസ്സാരമാണ്, എളുപ്പമാണ്. ആ ചോദ്യത്തിൽ പരാജയപ്പെട്ടവർക്ക് പിന്നീടുള്ള ചോദ്യങ്ങളെല്ലാം പ്രയാസകരമാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നാം ഓരോരുത്തരും വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഖുശൂ, ഭയഭക്തി എന്നത്. വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമസ്കരിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് പറഞ്ഞത്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധ കാണിക്കുന്ന, അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾ. എന്നാൽ ഞാൻ അമുഖമായി കേൾപ്പിച്ച ആയത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞു. അതിന്റെ കാരണം, നിരവധി കാരണങ്ങൾ എണ്ണി പറയുമ്പോൾ ഒന്നാമത്തെ കാരണമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് അവർ നമസ്കരിക്കുന്നവരാണ് എന്നല്ല, മറിച്ച് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ അവർ ഖുശൂ ഉള്ളവരായിരുന്നു എന്നതാണ്. ഖുശൂ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
അബ്ദുറഹ്മാൻ നാസർ സഅദി റഹിമഹുല്ല അദ്ദേഹം ഖുശൂഉമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അൽ ഖുശൂഉ ഫി സ്വലാ, നമസ്കാരത്തിലെ ഖുശൂഉ എന്ന് പറഞ്ഞാൽ ഹുവ ഹുളൂറുൽ ഖൽബ് ബൈന യദൈല്ലാ, റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സന്നിഹിതമാക്കലാണ് ഖുശൂഉ. മുസ്തഹ്ലിറൻ ലിഖുർബിഹി, റബ്ബിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടു കൂടി നമസ്കരിക്കാൻ കഴിയുക എന്നത്. അങ്ങനെ സാധിച്ചാൽ ഫയസ്കുനു ലിദാലിക ഖൽബുഹു, അവന്റെ ഹൃദയം ശാന്തമാകും. വതത്മഇന്നു നഫ്സുഹു, അവന്റെ മനസ്സ് സമാധാനമടയും. വതസ്കുനു ഹറകാതുഹു, ഖൽബിൽ ഖുശൂ ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ ചലനങ്ങളൊക്കെ അടങ്ങും. വയഖില്ലു ഇൽതിഫാതുഹു, അവന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തിരിച്ചിലോ നോട്ടമോ ശ്രദ്ധയോ ഒന്നുമില്ലാതെ, മറ്റുള്ളതിലേക്കൊന്നും ശ്രദ്ധയില്ലാതെ ചലനമില്ലാതെ പൂർണ്ണമായും റബ്ബിന്റെ മുന്നിൽ ഏത് രൂപത്തിൽ മുതഅദ്ദിബൻ ബൈന യദൈ റബ്ബിഹി, താൻ നിൽക്കുന്നത് തന്റെ റബ്ബിന്റെ മുന്നിലാണ് എന്ന ബോധത്തോടു കൂടി തന്നെ വളരെ അദബോടു കൂടിയായിരിക്കും അവൻ നിൽക്കുക. മുസ്തഹ്ലിറൻ ജമീഅ മാ യഖൂലുഹു വയഫ്അലുഹു ഫീ സ്വലാത്തിഹി മിൻ അവ്വലി സ്വലാത്തിഹി ഇലാ ആഖിരിഹാ, നമസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമസ്കാരത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, എന്തെല്ലാം പ്രാർത്ഥനകളുണ്ടോ, എന്തൊക്കെ പറയുന്നുണ്ടോ, അതിനെ സംബന്ധിച്ചെല്ലാം പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരിക്കും അവനത് നിർവഹിക്കുക. അങ്ങനെ അവൻ നിർവഹിക്കുമ്പോ ഫതൻതഫി ബിദാലിക്കൽ വസാവിസ് വൽ അഫ്കാറു റദിയ, മോശപ്പെട്ട എല്ലാ ചിന്തകളിൽ നിന്നും, എല്ലാ വസ്വാസുകളിൽ നിന്നും, എല്ലാ വസ്വാസുകളും മോശപ്പെട്ട ചിന്തകളും അവനിൽ നിന്ന് അകന്നു പോകും, ഇല്ലാതായി തീരും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വഹാദ റൂഹുസ് സ്വലാ, ഇതാണ് നമസ്കാരത്തിന്റെ റൂഹ്, നമസ്കാരത്തിന്റെ ചൈതന്യം എന്നത് അതാണ്, നമസ്കാരത്തിന്റെ ആത്മാവ് എന്നത് ഇതാണ്. വൽ മഖ്സൂദു മിൻഹാ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വഹുവല്ലദീ യുക്തബു ലിൽ അബ്ദ്, നമസ്കരിക്കുന്ന ഒരു അടിമക്ക് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത് ഈ ഖുശൂഇന്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്വലാത്തുല്ലത്തി ലാ ഖുശൂഅ ഫീഹാ വലാ ഹുദൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യമില്ലാതെ ഖുശൂഇല്ലാതെ ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ വഇൻ കാനത് മുജ്സിഅതൻ മുസാബൻ അലൈഹാ ഫഇന്ന الثواب على حسب ما يعقل القلب منها, അവൻ നമസ്കാരമാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനുള്ള പ്രതിഫലം ഉണ്ടെങ്കിലും ശരി, യഥാർത്ഥത്തിൽ നമസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം അവന് ലഭിക്കണമെങ്കിൽ അവന്റെ ഹൃദയം ആ നമസ്കാരത്തിൽ എത്ര പങ്കുകൊള്ളുന്നുണ്ട് അതിനനുസൃതമാണ് നമസ്കാരത്തിന് അവനുള്ള കൂലി എന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ നമസ്കരിക്കാൻ വരുന്നത് പല സാഹചര്യങ്ങളിൽ നിന്നാണ്, പല ചുറ്റുപാടുകളിൽ നിന്നാണ്, നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ നിന്നാണ്, നമ്മുടെ കച്ചവട ബിസിനസ് മറ്റുള്ള എന്തെല്ലാം എൻഗേജ്മെന്റ് ഉണ്ടോ അതിൽ നിന്നെല്ലാം പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് വരുമ്പോ പിശാച് നമ്മളെ പിടികൂടി നമ്മുടെ മനസ്സ് തെറ്റിക്കാൻ, മറ്റുള്ളതിലേക്ക് കൊണ്ടുപോകാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിശാച് ഓടിപ്പോകും. പിന്നീട് ബാങ്ക് വിളിക്ക് ശേഷം പിശാച് വരുന്നത് പള്ളിയിലേക്കാണ്. സഫുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കും, ആളുകളുടെ മനസ്സിൽ കയറും. എന്നിട്ട് അവരോട് പറയും ഉദ്കുർക്കത, ഇന്നതോർത്തോ. അവൻ മറന്നുപോയത് അതല്ലെങ്കിൽ അവന് ആവശ്യമില്ലാത്തത് മുഴുവൻ ഓർമ്മിപ്പിച്ച് എത്രയാണ് അവൻ നമസ്കരിച്ചത് എന്ന് പോലും അറിയാത്ത രൂപത്തിൽ അവന്റെ മനസ്സിനെ മാറ്റുമെന്നതാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ഹാഫിളു അലസ്സലവാത്ത് വസ്സലാത്തിൽ വുസ്താ, നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വസ്സലാത്തിൽ വുസ്താ, പ്രത്യേകിച്ച് അസ്ർ നമസ്കാരത്തിന്റെ കാര്യം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളോട് പറയുന്നു വഖൂമു ലില്ലാഹി ഖാനിതീൻ, അല്ലാഹുവിന് നിങ്ങൾ നിൽക്കേണ്ടത്, അള്ളാന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കേണ്ടത് ഖാനിതീങ്ങളായിക്കൊണ്ടാണ്. എന്താണ് ഖാനിതീൻ എന്ന് പറഞ്ഞാൽ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു ഐ ഖാശിഈന ദലീലീന മുസ്തകിനീന ബൈന യദൈ, റബ്ബിന്റെ മുന്നിൽ ഭക്തിയോടുകൂടി താഴ്മയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാ നിലക്കുമുള്ള അടക്കത്തോടു കൂടി ഒതുക്കത്തോടു കൂടിയാണ് റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്
മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത് അർ-റുകൂഉ വൽ ഖുശൂ, റബ്ബിന്റെ മുന്നിൽ നാം നിർവഹിക്കുന്ന റുക്കൂ, നാം ഏറ്റവും അധികം പവിത്രമായി കാണുന്ന നമ്മുടെ മുഖം, നമ്മുടെ തല, ഈ ഭൂമുഖത്ത് റഹ്മാനായ റബ്ബിന്റെ മുന്നിലല്ലാതെ ഒരു സൃഷ്ടിക്ക് മുന്നിലും ഞാൻ താഴ്ത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് പ്രപഞ്ചനാഥനായ റബ്ബിന്റെ മുന്നിൽ വളരെ വിനയത്തോടുകൂടി ആ റുകൂഇലൂടെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ താഴ്മ കാണിക്കുകയാണ്. വഗള്ളുൽ ബസർ, അവിടെ ഖുശൂഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ അവരുടെ ദൃഷ്ടി സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രമായിരിക്കും. അതുപോലെ വഖഫലുൽ ജനാഹി മിൻ റഹ്ബത്തില്ലാഹി അസ്സ വജല്ല, റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ മുഴുവൻ അവയവങ്ങളും താഴ്മ കാണിച്ചുകൊണ്ടിരിക്കുമെന്നതാണ്. അവിടെ ഖുശൂഇന്റെ സ്ഥാനം എന്നത് ഖൽബാണ്, ഹൃദയമാണ്. അലാ വ ഇന്ന ഫിൽ ജസദി മുൽഗ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും സുപ്രസിദ്ധമായ ഹദീസാണ്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്ന് പറഞ്ഞു. ആ ഖൽബിലാണ് ഖുശൂ ഉണ്ടായി തീരേണ്ടത്. ആ ഖൽബിൽ ഖുശൂ ഉണ്ടായി തീർന്നാൽ അതിന്റെ പ്രതിഫലനം അവന്റെ മുഴുവൻ അവയവങ്ങളിലൂടെ പ്രകടമാണ് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിനോടൊപ്പം ഖൽബിൽ ഖുശൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഖൽബിനോടൊപ്പം ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളിലും അത് പ്രകടമാകണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ നിർവഹിച്ച ഒരു ദിക്ർ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ പ്രഖ്യാപിക്കുകയാണ് റബ്ബിന്റെ മുന്നിൽ വളരെ താഴ്മയോടുകൂടി, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു വഅലൈക തവക്കൽതു അൻത റബ്ബി ഖശഅ ലക സമഈ വബസരി വമുഖി വഅൽമി വഅസബി വലഹ്മി വദമി വമസ്തഖല്ലത് ബിഹി ഖദമി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ പ്രഖ്യാപിക്കുകയാണ് റബ്ബിന്റെ മുന്നിൽ വളരെ താഴ്മയോടുകൂടി, അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹുവേ നിന്റെ മുന്നിൽ ഇതാ ഞാൻ റുകൂഅ് നിർവഹിച്ചിരിക്കുകയാണ്. വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. വലക അസ്ലംതു, നിനക്കിതാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. വഅലൈക തവക്കൽതു, നിന്നിലാണ് ഞാൻ തവക്കുലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. എന്നിട്ട് പറയുന്നു, ഖശഅ ലക സമഈ വബസരി, എന്റെ കാതും എന്റെ കാഴ്ചയും നിനക്ക് മുന്നിൽ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. വമുഖി, എന്റെ മജ്ജയും, വഅൽമി വഅസബി, എന്റെ ധമനികളും എന്റെ അസ്ഥികളും, വലഹ്മി വദമി, എന്റെ മാംസവും എന്റെ രക്തവും, എന്തിനേറെ വമസ്തഖല്ലത് ബിഹി ഖദമി, എന്റെ പാദം വഹിക്കുന്ന ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും റഹ്മാനായ റബ്ബേ നിനക്ക് മുന്നിൽ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ വെച്ച് റബ്ബിനോട് വളരെ താഴ്മയോട് കൂടി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ദിക്ർ നമ്മളും ചൊല്ലേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഖൽബിൽ ഖുശൂ ഉണ്ടായാൽ അതിന്റെ പ്രകടനം നമസ്കാരത്തിൽ പൂർണ്ണമായും എല്ലാ അവയവങ്ങളിലൂടെയും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗം ഒരുക്കി വെച്ച വിശ്വാസികളുടെ ഗുണഗണങ്ങൾ വിശദീകരിച്ചപ്പോ വിശുദ്ധ ഖുർആനിൽ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ മുസ്ലിമീൻ, സൂറത്തു അഹ്സാബിൽ കാണാം, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. الله ഏറ്റവും വലിയ പാപമോചനം, വമ്പിച്ച പ്രതിഫലം അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്ക്? ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളവർ, അല്ലാഹ്ക്ക് കീഴൊതുങ്ങിയവർ, വിശ്വാസികളും വിശ്വാസിനികളുമായ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. അവരിൽ എടുത്തു പറഞ്ഞ രണ്ട് ഗുണങ്ങളാണ് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, താഴ്മയോടുകൂടി റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന വിശ്വാസിനികൾ. അതുപോലെ വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഖുശൂഅോട് കൂടി നിൽക്കുന്നവർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്
നമുക്ക് കാണാൻ കഴിയും. ഈ ഖുശൂ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഖുശൂഉമായി ബന്ധപ്പെട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പഠിപ്പിച്ചതായി കാണാം, ഇയ്യാകും വഖുശൂഅൻ നിഫാഖ്, നിങ്ങൾ സൂക്ഷിക്കണം, നിഫാഖിന്റെ ഖുശൂഇനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് നിഫാഖിന്റെ ഖുശൂ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അൻതുറൽ ജസദ ഖാശിഅൻ, അൻതുറൽ ജസദ ഖാശിഅൻ വൽ ഖൽബു ലൈസ ബിഖാശിഇൻ. ഹൃദയത്തിൽ ഖുശൂ ഇല്ല, അവയവങ്ങളിലൂടെ അത് പ്രകടമാക്കുന്നു, കൃത്രിമമായ ഖുശൂ. അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ കാണുകയാണ്. എന്താണ് അയാൾ ചെയ്യുന്നത്? റഅ ഉമർ ഇബ്നുൽ ഖത്താബ് റജുലൻ തുഅ റഖബതഹു ഫി സ്വലാ, നമസ്കാരത്തിൽ അമിതമായി തല താഴ്ത്തി, ഖുശൂ എന്ന രൂപത്തിൽ അമിതമായി തല താഴ്ത്തി നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, യാ സാഹിബർ റഖബ ഇർഫഅ റഖബതക്, നിന്റെ പെരടി ഉയർത്ത്. ലൈസൽ ഖുശൂഉ ഫി റിഖാബ്, ഒരിക്കലും പെരടിയിലല്ല ഖുശൂ സ്ഥിതി ചെയ്യുന്നത്. ഇന്നമൽ ഖുശൂഉ ഫിൽ ഖുലൂബ്, ഹൃദയത്തിലാണ് ഖുശൂ നിലകൊള്ളുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ആദ്യമായി ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നതും ഖുശൂ ആണ് എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത് കാണാൻ കഴിയും. എത്രയെത്ര നമസ്കാരക്കാണോ, വറുബ്ബ മുസല്ലി, എത്രയെത്ര നമസ്കാരക്കാർ, ലാ ഖൈറ ഫീ, ഒരു ഖൈറുമില്ലാത്ത എത്രയെത്ര നമസ്കാരക്കാരാണ്. വയൂശികു അൻ തദ്ഖുലൽ മസ്ജിദൽ ജമാഅ, പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് അവർ വരുന്നുണ്ട്, പക്ഷേ ഫലാ തറാ ഫീഹിം ഖാശിഅ, ഖുശൂഉള്ള ഒരാൾ പോലും അതിലില്ല. അത്തരം ഒരു കാലഘട്ടം വരുമെന്ന് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയമാണിത്. നമ്മളെല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. നമസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ഖുശൂഅോടു കൂടി അത് നിർവഹിക്കാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം. സലഫുകളുടെ മുൻഗാമികളുടെ ഒക്കെ നമസ്കാരം നമ്മൾ പരിശോധിച്ചാൽ, അബ്ബാദ് ഇബ്നു ബിശ്ർ റഹിമഹുല്ല, അദ്ദേഹം ദാത്തുർ റിഖ യുദ്ധവേള അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും കാവൽ നിൽക്കവേ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ നമസ്കരിച്ചിരുന്ന അബ്ബാദിന് നേരെ ശത്രുക്കൾ 3 അമ്പ് ചെയ്യുകയുണ്ടായി എന്നാണ്. പക്ഷേ നമസ്കാരത്തിൽ ഒരു അനക്കവും അദ്ദേഹത്തിന് സംഭവിച്ചില്ല എന്നാണ്. അത്രയും ഖുശൂഅോടു കൂടിയായിരുന്നു അവരുടെ നമസ്കാരം എന്നാണ്. താബിഈ പണ്ഡിതനായ ഇബ്നു ജുറൈജ് റഹിമഹുല്ല, അബ്ദുർ റസാഖ് റഹിമഹുല്ല ഇബ്നു ജുറൈജിനെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. മാ റഅയ്തു അഹ്സന സ്വലാതൻ മിൻ ഇബ്നു ജുറൈജ് കാന യുസല്ലി, ഇബ്നു ജുറൈജിനേക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ നമസ്കരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. വനഹ്നു ഖാരിജൂന ഫയുറാ കഅന്നഹു ഉസ്തുവാന, അദ്ദേഹം ഒരു തൂണ് പോലെ എങ്ങനെ നിൽക്കും. വമാ യൽതഫിതു യമീനം വലാ ശിമാല, ഇടത്തോട്ടോ വലത്തോട്ടോ ചായുക പോലും ഇല്ലാതെ ഒരു തൂണ് പോലെ അദ്ദേഹം നിന്ന് നമസ്കരിക്കുമെന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത് കാണാം. അതുപോലെ മുസ്ലിം ബിൻ യസാർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്, ഇദാ സ്വല്ല കഅന്നഹു വതദുൻ ലാ യഖൂലു ഹകദാ വലാ ഹകദാ, ഒരു വതദ് എന്ന് പറഞ്ഞ ആണി പോലെ, ഒരു ആണി തറച്ച പോലെ അദ്ദേഹം നിന്ന് നമസ്കരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അനാവശ്യമായ രൂപത്തിലുള്ള ചലനങ്ങളോ ഇളക്കങ്ങളോ ഒന്നും അവരുടെ ഒന്നും നമസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. സഈദ് ബിൻ ജുബൈർ റഹിമഹുള്ളയെ കുറിച്ച് പറഞ്ഞതും ആ രൂപത്തിലാണ്. ഇദാ ഖാമ ഫി സ്വലാത്തി കഅന്നഹു വതദുൻ, ഒരു ആണി തറച്ചതുപോലെ നിന്ന് നമസ്കരിക്കുമായിരുന്നു എന്നാണ്. അംബസ് ബിൻ അഖബ റഹിമഹുല്ല ഇദാ ഖാമ ഫി സ്വലാ, നമസ്കാരത്തിലേക്ക് അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ കഅന്നഹു ജദ്മു ഹായിത്തിൻ വകാന ഇദാ സജദ വഖഅത്തിൽ അസാഫിറു അലാ ലഹ്രിഹി മിൻ തൂലി സുജൂദിഹി, അഥവാ അദ്ദേഹം നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അനങ്ങാത്ത ഒരു മതില് പോലെയായിരുന്നു എന്നാണ്. അദ്ദേഹം സുജൂദ് ചെയ്താൽ അദ്ദേഹത്തിന്റെ മുതുകിൽ സുജൂദിന്റെ ദൈർഘ്യം കാരണത്താൽ പക്ഷികൾ അദ്ദേഹത്തിന്റെ മുതുകിൽ വന്നിരിക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞത് കാണാൻ കഴിയും. ഭക്തിയില്ല എങ്കിൽ, ഖുശൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ പ്രതിഫലം കുറഞ്ഞു പോകും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട്, അയ്യുസ്സരിഖ തഉദ്ദൂന അഖ്ബഹ്, ഏറ്റവും മോശപ്പെട്ട മോഷ്ടാവിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അർറജുലു യസ്രിഖു മിൻ അഖി,
തന്റെ സഹോദരന്റേത് മോഷ്ടിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കാണ്, ഇന്ന അഖ്ബഹ അസ്സരിഖ അല്ലദീ യസ്രിഖു സ്വലാതഹു, തന്റെ നമസ്കാരം മോഷ്ടിക്കുന്നവനാണ് ഏറ്റവും വലിയ മോഷ്ടാവ്. അപ്പൊ ചോദിച്ചു, കൈഫ യസ്രിഖു അഹദുനാ സ്വലാത, എങ്ങനെയാണ് നമസ്കാരത്തിൽ മോഷണം നടത്തൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ വലാ ഖുശൂഅഹ, റുക്കൂ പൂർണ്ണമല്ല, അതല്ലെങ്കിൽ സുജൂദ് പൂർണ്ണമല്ല, ഇത് രണ്ടുമുണ്ടെങ്കിൽ തന്നെ ഖുശൂ ഇല്ല. ഖുശൂ ഇല്ല. ഖുശൂ നമസ്കാരത്തിൽ നഷ്ടപ്പെടൽ ഏറ്റവും വലിയ മോഷണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പഠിപ്പിച്ചതെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ കാത്തു സൂക്ഷിച്ച വിശ്വാസികൾ അവരാണ് വിജയിച്ചു കഴിഞ്ഞത്. അപ്പൊ നമസ്കാരം പോരാ, നമസ്കാരത്തിൽ ഖുശൂ വേണം. ഇല്ല എങ്കിൽ നമസ്കാരത്തിന്റെ പ്രതിഫലം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുശൂ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. തഖുല്ലാഹ ഇബാദല്ലാഹ്. നമസ്കാരത്തിൽ ഖുശൂ കാത്തു സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതെങ്ങനെ ലഭിക്കും? ഖുശൂ ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? പണ്ഡിതന്മാർ നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിലൊന്നാണ്, അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക. നിസ്കരിക്കുമ്പോ റഹ്മാനായ റബ്ബിന്റെ, പ്രപഞ്ചനാഥനായ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് ദുആഉൽ ഇഫ്തിതാഹ് കഴിഞ്ഞാൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഫാത്തിഹയിലെ ഓരോ ആയത്ത് ഓതുമ്പോൾ റബ്ബുമായി ഉള്ള സംസാരമാണതെന്നും ഓരോ ആയത്തിനും റഹ്മാനായ റബ്ബ് അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ഫാത്തിഹ ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനെ നമ്മൾ ഹംദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അതിനോട് പ്രതികരിക്കുന്നു. ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നോട് എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതുമ്പോൾ ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാർ എന്ന് ഓരോ ആയത്തിനും അല്ല പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ഓതുന്ന ഫാത്തിഹയിലെ ഓരോ ആയത്തിനും എന്റെ റബ്ബനോട് പ്രതികരിക്കുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ നമസ്കരിക്കുന്ന സമയത്ത് സ്വലാത്ത് മുവദ്ദിഇ, ഒരു ഏറ്റവും അവസാനത്തെ നമസ്കാരമാണെന്ന ബോധത്തോടു കൂടി നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിടവാങ്ങൽക്കാരന്റെ നമസ്കാരം, അഥവാ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ തന്നെ ഇനി എനിക്കൊരു നമസ്കാരമില്ല, ഇതിനു ശേഷം എന്റെ മരണമാണ്, ഞാൻ നിസ്കരിക്കുന്ന ഈ നമസ്കാരത്തിന് ശേഷം എന്റെ മരണമാണ്, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന ബോധ്യത്തോടു കൂടിയാണ് ഓരോ നമസ്കാരവും നമ്മൾ നിർവഹിക്കേണ്ടത്. ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം ഓർത്തുകൊണ്ട് അത് ചൊല്ലാൻ, അതുപോലെ ഓതുന്ന ആയത്തുകളുടെ ആശയങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി ഓതാൻ നമ്മൾ ശ്രമിക്കുക. റുക്കൂഇലും സുജൂദിലും മുതുക് നേരെയാക്കുക. ലാ യൻദുറുല്ലാഹ്, അല്ലാഹ് നോക്കുകയില്ല എന്നാ പറഞ്ഞത്. ഇലാ സ്വലാത്തി റജുലിൻ, ഒരാളുടെ നമസ്കാരത്തിലേക്ക്. ലാ യുഖീമു സുൽബഹു ബൈന റുക്കൂഇഹി വ സുജൂദിഹി, റുക്കൂഇൽ സുൽബ് നേരാക്കാത്തവൻ, അതുപോലെ തന്നെ സുജൂദിൽ എങ്ങനെയാണോ സുൽബ് വെക്കേണ്ടത്, മുതുക് വെക്കേണ്ടത്, ആ രൂപത്തിൽ മുതുക് വെക്കാത്തവനിലേക്ക് അല്ലാഹ് നോക്കുകയില്ല എന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കുക, അശ്രദ്ധമാകാതിരിക്കുക, അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കുക. ലാ യസാലുല്ലാഹു മുഖ്ബിലൻ അലൽ അബ്ദി, നമസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ നമസ്കരിക്കുന്ന വ്യക്തിക്ക് അഭിമുഖമാണ്.
ഏതുവരെ? മാലം യൽതഫിത്, നമസ്കാരത്തിൽ അവൻ തിരിയാത്തിടത്തോളം. ഫഇദാ സറഫ വജ്ഹഹു ഇൻസറഫ അൻ, എപ്പോഴാണോ അവന്റെ നമസ്കാരത്തിൽ അവൻ അതിൽ നിന്ന് തിരിയുന്നതെങ്കിൽ അപ്പൊ അല്ലാഹ് അവനിൽ നിന്നും തിരിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ മുകളിലേക്ക് നോക്കാതിരിക്കുക വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചതാണ്. മബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ് സമാഇ ഫീ സ്വലാത്തിഹിം, എന്താണ് ഒരു ജനവിഭാഗത്തിന്റെ അവസ്ഥ? അവരുടെ ദൃഷ്ടികൾ മുകളിലേക്കാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ അത് അവസാനിപ്പിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടികൾ റാഞ്ചിയെടുക്കപ്പെട്ടേക്കാം. മറ്റൊരു റിപ്പോർട്ടിൽ അത് അവരിലേക്ക് തിരിച്ചു കിട്ടാതെ ഇരുന്നേക്കാം. അതുകൊണ്ട് ആ രൂപത്തിൽ ചെയ്യരുത് എന്ന് പ്രത്യേകം വിലക്കപ്പെട്ടത് കാണാൻ കഴിയും. ജമാഅത്തായി നമസ്കരിക്കുക, റവാത്തിബ് നമസ്കാരങ്ങൾ കഴിയുന്നിടത്തോളം നമ്മൾ പ്രാവർത്തികമാക്കുക. ഭയഭക്തിക്കായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഖുശൂഇല്ലാത്ത ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും രക്ഷ തേടിയത് നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. 4 കാര്യങ്ങളിൽ രക്ഷ തേടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമ്. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഖുശൂഇല്ലാത്ത ഖൽബിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ്. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, ആർത്തി തീരാത്ത മനസ്സിൽ നിന്ന്. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന്. ഈ 4 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞതാണ് ഖൽബുൽ ലാ യഖ്ശഅ, ഖുശൂഇല്ലാത്ത ഹൃദയം. അപ്പൊ അല്ലാഹുവോട് ഖുശൂ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഖുശൂഇല്ലാത്ത ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ തേടിക്കൊണ്ടിരിക്കണം. ആ ഖുശൂ ഖൽബിലേക്ക് വന്നാൽ അതിനനുസൃതമായി നമ്മുടെ അവയവങ്ങളിലൂടെ അത് പ്രകടമായി കൊണ്ടിരിക്കണമെന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമുക്ക് സാധിപ്പിച്ച് തെരുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തെരുമാറാകട്ടെ. നമസ്കാരം യഥാരൂപത്തിൽ നിർവഹിച്ച് സ്വർഗം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.